ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ കേസ് നിൽക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ അതായത് പാത്രം വാങ്ങിയ വിധത്തിൽ 1.87 കോടി ഇപ്പോൾ വിജിലൻസും ക്രൈംബ്രാഞ്ചും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്വേഷണം നടക്കുകയാണ്, കേസിൽ നിൽക്കുകയാണ്. മറ്റൊരു ഭാഗം ഞാൻ പറയാം, ക്രമക്കേട് പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പ്രസിഡന്റ് ഇരിക്കുമ്പോൾ ബത്തയും ദിനവത്തെയും അനധികൃതമായി എഴുതിയെടുത്തതിൻ്റെയും വിജിലൻസ് അന്വേഷണത്തിലാണ്. ശർക്കര നേരത്തെ ശ്രീ ജി രാമൻ അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുമ്പോൾ ശർക്കര വാങ്ങിയതിലും വിജിലൻസ് കേസാണ്. അതിപ്പോൾ ബഹുമാനപ്പെട്ട കോടതി മുന്നാകെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളുണ്ട്. ഞാനിതിനെ മറ്റു തരത്തിൽ പറയും, ഏത് കാലത്താണ് ശബരിമലയിൽ ഇത്തരം കാര്യങ്ങൾ നടന്നതെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാമെന്നേ. ഇവിടെ വസന്ത് തുടക്കം മുതൽ പറയുന്നു സ്വർണം കട്ടു. ഏത് സ്വർണ്ണമാണ് കെട്ടത്? എൻ്റെ ഒറ്റ ചോദ്യം അതേ ഉള്ളൂ, ഏത് സ്വർണ്ണമാണ്? അയ്യപ്പൻ്റെ ഏത് സ്വർണ്ണമാണ് കെട്ടത്? ഇപ്പോൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പീഠം അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ വെള്ളിയാഴ്ച കേരള നിയമസഭയിൽ അവിടെ ഒരു പ്രസംഗം അദ്ദേഹം നടത്തുന്നത്. മോഷണം പോയി, പിന്നീട് വിജിലൻസ് അന്വേഷണത്തിൽ അത് പോറ്റിയുടെ തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ഏത് സ്വർണ്ണമാണ് മോഷണം പോയത്? ദേവസ്വം ബോർഡും സർക്കാരും ദേവസ്വം മന്ത്രിയും ഏതിനാണ് മറുപടി പറയേണ്ടത്? ഒന്ന് വസന്ത് പറ, ഏത് സ്വർണ്ണമാണ് അയ്യപ്പൻ്റെ മോഷണം പോയത്? ഇതാണ് എൻ്റെ ചോദ്യം. അങ്ങ് കൺക്ലൂഡ് ചെയ്തോളൂ, അയ്യപ്പൻ്റെ ഏത് സ്വർണ്ണമാണ് മോഷണം പോയത്? ഇതാണ് എൻ്റെ ചോദ്യം. ഏത് സ്വർണ്ണം തന്നിരിക്കുന്നു വസന്ത്? അതിന് മറുപടി പറയൂ. അതിന് മാത്രം പുതിയ പ്രശ്നങ്ങൾ ഉന്നയിക്കാതെ സമയമില്ല. സഹോദരിയുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ കണ്ടെടുത്ത ഒറ്റ വാക്കിൽ അങ്ങ് ഉത്തരം പറയൂ. ഏത് സ്വർണ്ണമാണ് അയ്യപ്പന്റെ മോഷണം പോയത്? അതായത് ഇപ്പം ദ്വാരകപാളി ശില്പവുമായി ബന്ധപ്പെട്ട് ജയേന്ദ്ര സാർ പറഞ്ഞ പോലെ സ്വർണത്തിന്റെ അളവ് കൂടിയതല്ലാതെ ഏത് സ്വർണ്ണമാണ് മോഷണം പോയത്? വസന്ത് പറയൂ. അതല്ല, അങ്ങ് ബാറ്റൺ കൈമാറുകയും അതിൽ മുറുക്കി പിടിക്കുകയും ചെയ്തത്. ഞാൻ പറയട്ടെ, അതായത് അപ്പോ ഏത് സ്വർണ്ണമാണ് നിങ്ങൾ പോറ്റിയുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചത്? അതെന്താ തന്നെ എടുത്ത് അവിടെ സ്വയംഭൂവായതാണോ, അതോ തന്നെ ഇറങ്ങി ശബരിമലയിൽ നിന്ന് പോയതാണോ? അതല്ല ബസന്തേ, അതിലുള്ളൊരു സംശയം ഈ സാധനം ഈ ദ്വാരപാലക പീഠം അത് ദ്വാരപാലക ശില്പത്തിൽ മടങ്ങി വന്നു എന്ന് പറയുന്ന സ്വർണത്തിൽ അത് ഉണ്ടായിരുന്നെങ്കിൽ ആ പോറ്റിയുടെ പെങ്ങളുടെ വീട്ടിലോ കുഞ്ഞമ്മയുടെ വീട്ടിലോ ഈ സ്വർണ്ണം സുഹൃത്തെ, അതല്ലേ എവിടുന്നാണ് പോറ്റിയുടെ വീട്ടിലേക്ക് വന്നതെന്നൊക്കെ കിട്ടിയല്ലേ? ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങളൊന്ന് വ്യക്തമായി പറയൂ, അയ്യപ്പന്റെ ഏത് സ്വർണ്ണമാണ് മോഷണം പോയത്? എനിക്ക് ആ ഉത്തരം കിട്ടിയാൽ മതി. ഏത് സ്വർണ്ണമാണ്? പോറ്റിയുടെ കാര്യത്തിൽ പോറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടോ? പോറ്റിയെ ഒരു തരത്തിലും സംരക്ഷിക്കുന്ന നിലപാടില്ല, അറസ്റ്റ് ചെയ്യപ്പെടുക വേണം. പക്ഷെ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ എങ്ങനെ എത്തി എന്നുള്ളത് അങ്ങേക്ക് അറിയാലോ. ആ റൂട്ട് എങ്ങനെയാണ് പോറ്റി അത് വീട്ടിലെത്തിച്ചതെന്നും ആ പോറ്റി തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇതാ പീഠ മോഷണം പോയി എന്ന് പറഞ്ഞതും അത് ആരെ സഹായിക്കാനാണെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങക്ക് മറുപടിയില്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അയ്യപ്പന്റെ ഏത് സ്വർണ്ണമാണ് മോഷണം പോയത്? ഏത് സ്വർണ്ണമാണ് മോഷണം പോയത്? അയ്യപ്പന്റെ ഏത് സ്വർണ്ണമാണ് മോഷണം പോയത്? പറയൂ. പോറ്റി കൊണ്ടുപോയി സഹോദരിയുടെ വീട്ടിൽ വെച്ച് നിങ്ങളെ സഹായിക്കാൻ പത്രസമ്മേളനം നടത്തി ഇതാ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സ്വർണം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. അതല്ലാതെ ഏത് സ്വർണ്ണമാണ് മോഷണം പോയത്? മന്ത്രിയും ദേവസ്വവും ഏതാണ് മറുപടി വരേണ്ടത്? അതിന് മറുപടി പറ, ഒറ്റവാക്കിൽ മറുപടി പറ. ഈ ചർച്ചയിൽ തീർപ്പും സമവായവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അത് കോടതിയുടെ അന്വേഷണത്തിലേക്ക് പോവുകയാണ് ഒരു വശത്ത്. മറ്റൊരു വശത്ത് ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായി മാറുകയാണ്. അതും ആശാസ്യമാണ്. പക്ഷേ രാഷ്ട്രീയ ആ പ്രസ്ഥാനത്തിന് മറ്റ് ചില അടരുകൾ വരുന്നുണ്ടെങ്കിൽ, സാമുദായികവും വർഗീയവുമായ അടരുകൾ വരുന്നുണ്ടെങ്കിൽ അത് കേരളം വളരെ ആശങ്കയോടുകൂടി ശ്രദ്ധിക്കേണ്ടതുമാണ്.